നമസ്കാരം. കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും ലാളിത്യം പറഞ്ഞത് കൊണ്ടായില്ല കമ്മികളെ. മനുഷ്യരക്തം കണ്ട് അറപ്പുമാറിയ വേട്ട നായ്ക്കളെ പോലെ എത്ര കുടുംബങ്ങളെയാണ് അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ഒന്ന് ഓർത്തു നോക്കണം. 22 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1994 ജനുവരി മാസം 25-ാം തീയതി കണ്ണൂർ ജില്ലയിലെ പെരിഞ്ചേരിയിൽ വെച്ച് നിങ്ങൾ രക്തക്കൊതിമൂത്ത് മുറിച്ച് വലിച്ചെറിഞ്ഞ ഒരു പാവപ്പെട്ട സ്കൂൾ അധ്യാപകൻ സദാനന്ദൻ മാസ്റ്ററെ ഓർമ്മയുണ്ടോ? കൊന്നും കൊല്ലിച്ചും ശീലമായവർക്ക് അതിലൊരു പുതുമയും ഉണ്ടാകില്ല. പക്ഷേ കേവലം 30 വയസ്സിന്റെ ചുറുചുറുക്കുമായി ഓടി നടന്നൊരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളെ എങ്ങനെ കത്തിയെടുത്ത് അറുത്തെറിയാൻ തോന്നി? 22 വർഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാടമ്പിത്തരത്തിന്റെ ഇരയായി നീതിക്ക് വേണ്ടി കോടതി കയറിയിറങ്ങിയ സദാനന്ദൻ മാസ്റ്റർക്ക് ഒടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു. കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷനായ സദാനന്ദൻ മാസ്റ്ററെ അന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നീണ്ട നിയമയുദ്ധത്തിനു ശേഷം കേസിലെ പ്രതികളായ CPM പ്രവർത്തകരുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി ഉത്തരവായി. CPM പ്രവർത്തകരായ 8 പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിചാരണയ്ക്ക് ശേഷം കോടതി വിധിച്ചത്. സ്വന്തം കൂടപ്പിറപ്പിന്റെ വിവാഹത്തിന്റെ സ്വപ്നങ്ങളും ചർച്ചകളുമായി നിന്നിരുന്ന സദാനന്ദൻ മാസ്റ്ററെ പിന്തുടർന്ന് വന്ന ഗുണ്ടകൾ ബോംബെറിഞ്ഞ് പരിസരം മുഴുവൻ ഭീതി സൃഷ്ടിക്കുകയും ആരും സഹായത്തിനെത്തില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടാണ് ഈ പൈശാചികമായ ക്രൂരത ചെയ്തത്. കമ്മി സഖാക്കളെ, നിങ്ങളത് മറന്നിട്ടുണ്ടാകും. പക്ഷേ കേരള മനസാക്ഷിക്കും അതിന്റെ തീരാ ദുരിതം പേറി ഒരായുസ് ജീവിച്ച ആ മനുഷ്യനും അത് മറക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ 2 കാലുകളും മുറിച്ച് വലിച്ചെറിയാൻ കാണിച്ച ധൈര്യം ഭാരതത്തിന്റെ നിയമ സംഹിതയോടുള്ള വെല്ലുവിളി തന്നെയാണ് എന്ന് പറയാതെ വയ്യ. മുറിവിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാതെ ചെളിപൂശി ഒരു മനുഷ്യനെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ആശ്വസിച്ച് മടങ്ങുമ്പോൾ കരുതിയിട്ടുണ്ടാകില്ല വെട്ടിയിട്ടാൽ മുറി കൂടുന്ന സമരവീര്യമായിരുന്നു ആ മനസ്സിലെന്ന്. നേരത്തെ വിധിക്കെതിരെ പ്രതികൾ അപ്പീൽ പോയിരുന്നു. തുടർന്ന് നീണ്ടുപോയ വിധിക്ക് വേണ്ടി സദാനന്ദൻ മാസ്റ്റർ കാത്തിരുന്നത് നീണ്ട വർഷങ്ങളാണ്. എന്നാൽ ഇത്രയും പൈശാചികമായ പ്രവൃത്തി ചെയ്ത പ്രതികളുടെ ശിക്ഷ കുറഞ്ഞുപോയി എന്ന് ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതായിട്ട് പോലും വിധിക്കെതിരെ സർക്കാർ മൗനം പാലിക്കുകയാണ് ചെയ്തത്. പ്രതികൾക്കുള്ള ശിക്ഷ കുറച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം തന്നെയാവും നൽകുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചു. നിയമവ്യവസ്ഥയോടുള്ള ഭയമില്ലായ്മ ഇത്തരം തെറ്റുകൾ ചെയ്യാൻ ഇനിയും പലരെയും പ്രേരിപ്പിക്കുമെന്ന് കോടതി പറഞ്ഞു. പ്രാദേശിക നേതാവ് ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ട കേസിൽ നീണ്ടുപോയ കേസിന്റെ വിധിയും കുറഞ്ഞ ശിക്ഷയും വെച്ച് നോക്കുമ്പോൾ സദാനന്ദൻ മാസ്റ്റർക്ക് നീതി ലഭിച്ചോ എന്ന കാര്യം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകരെ ദൈവതുല്യരായി കാണുന്ന സാക്ഷര കേരളത്തിൽ കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മനുഷ്യത്വം മരച്ചു പോകുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. മനുഷ്യനെ ക്രൂരമായി കൊന്നും ബോംബെറിഞ്ഞും അടിച്ചമർത്തിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരുമ്പോൾ ഇല്ലാതാക്കുന്ന ജീവിതങ്ങൾക്ക്, കരഞ്ഞു തീരുന്ന അനാഥമാക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആര് സമാധാനം പറയും? കൊന്നും കൊല്ലിച്ചും തന്നെയാണ് സ്വന്തം പ്രസ്ഥാനം വളർന്നത് എന്നും നിയമത്തെ തങ്ങൾക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കാമെന്നുമുള്ള അധികാരത്തിന്റെ ഗർവ് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് മറക്കരുത് സഖാക്കളെ.